നമസ്കാരം, എൻ്റെ പേര് അജിത് കെ വി. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. പാലക്കാട് കോങ്ങാട് എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. പഠിച്ചതിന് ശേഷം ഗൾഫിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഏകദേശം 1.5 വർഷത്തോളം. ഒന്നാമത് റിവിഷനാണ്. സിലബസ് കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്ത പരിപാടി. ഞാൻ ഒരു കോച്ചിങ് അസിസ്റ്റൻസ് വേണമല്ലോ എന്ന് ഉദ്ദേശിച്ച് ഇൻ്റർനെറ്റിലൊക്കെ തപ്പിയപ്പോൾ ഏണസ്റ്റ് അക്കാദമിയെ കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അവിടെ ഞാൻ ജോയിൻ ആവുകയും ചെയ്തത്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ എപ്പോഴും ഒരു മോട്ടിവേഷൻ നമുക്ക് തന്നിരുന്നു. ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന ട്രേഡ്സ്മാൻ വെൽഡിംഗ് എക്സാമിനേഷനിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ അജിത് കെ വി ആണ്. ഇന്ന് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ രഹസ്യമാണ് നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. സ്വാഗതം ചെയ്യാം ശ്രീ അജിത്തിനെ. സ്വാഗതം അജിത്. നമസ്കാരം, എൻ്റെ പേര് അജിത് കെ വി. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. പാലക്കാട് കോങ്ങാട് എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ പഠിച്ചത് ITIയിൽ ഗവൺമെൻറ് ITI മലമ്പുഴ വെൽഡർ ട്രേഡ്, കൂടാതെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്. പഠിച്ചതിന് ശേഷം ഗൾഫിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഏകദേശം 1.5 വർഷത്തോളം ഗൾഫിൽ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഒരു ഗവൺമെൻറ് ജോലി എന്ന ഒരു സ്വപ്നവുമായി ഞാൻ നാട്ടിലേക്ക് വന്നത്. അതിനുവേണ്ടി പ്രിപ്പറേഷൻ ചെയ്തത്. അപ്പൊ അജിത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ അജിത്ത് പറഞ്ഞു അജിത്ത് വിദേശത്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും വിദേശത്തുള്ള പലരും അവിടെ തന്നെ ജോലി കണ്ടിന്യൂ ചെയ്യുകയാണ്. വളരെ എക്സംഷൻ ആയിട്ട് കുറച്ച് ആൾക്കാർ നാട്ടിലേക്ക് വരാറുണ്ട്. അവർ പ്രിപ്പയർ ചെയ്യുകയും ഗവൺമെന്റ് സർവീസിൽ കയറാറും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലേറെ കൂറും കാണുന്നത് അതിലേറിയ ആൾക്കാരും ജനറൽ PSCയിലേക്കാണ് തിരിയുന്നത്. പക്ഷെ ഇവിടെ വിദേശത്ത് ജോലി ചെയ്ത ഒരാൾ ഇവിടെ വരികയും ചെയ്തു. അതിനുശേഷം തെരഞ്ഞെടുത്തത് ഒരു ടെക്നിക്കൽ PSC ആണ്. എന്തുകൊണ്ടാണ് ഒരു സർക്കാർ ജോലി വേണമെന്നും അതൊരു ടെക്നിക്കൽ PSCയിലായിരിക്കണമെന്നും താങ്കൾ തീരുമാനിച്ചത്? ടെക്നിക്കൽ PSC എന്ന് പറയുമ്പോൾ ഞാൻ ആൾറെഡി ടെക്നിക്കൽ മേഖലയാണ് പഠിച്ചത്. ITI വെൽഡർ ആയാലും ശരി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആയാലും ശരി, ടെക്നിക്കൽ മേഖല പഠിച്ചുകൊണ്ട് തന്നെ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ടെക്നിക്കലി കുറച്ചുകൂടി ഡീപ്പായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ജോലി കരസ്ഥമാക്കാമെന്ന്. അതുപോലെ തന്നെ എന്തുകൊണ്ട് സർക്കാർ ജോലി എന്ന് നാട്ടിലൊരു സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ നാട്ടിലൊരു ജോലി എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. ഇപ്പം ഞാൻ ഗൾഫിലാണ് ജോലിയെങ്കിലും ആൾറെഡി അവിടുത്തെ വർക്ക് പ്രഷറും ടൈമിങ്ങും എല്ലാം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ളൊരു ജോലി എന്നുള്ളത് നമ്മുടെ സ്വപ്നത്തിൻ്റെ പിന്നാലെ ഞാൻ പോയി എന്നാണ്. അതിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്ന് പ്രിപ്പയർ ചെയ്തതാണ് ഈ ജോലി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലേക്ക് വന്നു, സർക്കാർ ജോലി തിരഞ്ഞെടുത്തു, ടെക്നിക്കൽ മേഖല മതിയെന്ന് തീരുമാനിച്ചു. അപ്പം ഈ വെൽഡർ എന്ന് പറയുന്നൊരു യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒത്തിരി പോസ്റ്റുകളുണ്ടെന്ന് നമുക്കറിയാം. അപ്പം അജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ പോസ്റ്റ് മാത്രമായിരുന്നോ എഴുതാൻ വേണ്ടി പരിഗണിച്ചിരുന്നത്? അല്ല, ഈ ട്രേഡ്സ്മാൻ വെൽഡിംഗ് പോസ്റ്റ് മാത്രമല്ല, കൂടാതെ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ പോസ്റ്റും അതുകൂടാതെ ഈ വെൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു എക്സാമുകളും ഞാൻ എഴുതിയായിരുന്നു. ISR പോലുള്ള വെൽഡിംഗ് എക്സാമുകളും ഞാൻ പ്രിപ്പറേഷനിലുണ്ടായിരുന്നു. അത് എഴുതുകയും ചെയ്തു. അത് എഴുതുന്നത് കൊണ്ട് തന്നെ എനിക്ക് ട്രേഡ്സ്മാൻ വെൽഡിംഗ് എക്സാം എഴുതാൻ കുറച്ചുകൂടി സിമ്പിളായിട്ട് എഴുതാൻ കഴിഞ്ഞു. ഇപ്പം അജിത്തിന്റെ മോട്ടിവേഷൻ പറഞ്ഞു, കാരണങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ നമുക്ക് ഉദ്യോഗാർത്ഥികളും നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം അജിത്ത് എടുത്ത ഡിസിഷൻ ശരിയായിരുന്നുവെന്ന് ഇപ്പം പ്രൂവ് ചെയ്തു. 2ാം റാങ്ക് എന്ന് പറയുന്നൊരു വലിയ നേട്ടം കിട്ടി. സ്വാഭാവികമായിട്ടും ഈ 2ാം റാങ്കിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അതിന്റെ ഒരു കോസ് ഓഫ് റീസൺ എന്തായിരുന്നു? 2ാം റാങ്ക് കരസ്ഥമാക്കാൻ പറ്റിയെന്ന് ചോദിച്ചാൽ ഒന്നാമത് റിവിഷനാണ്. സിലബസ് കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്ത പരിപാടി. ഞാൻ അതുകൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, വെൽഡറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുമായിരുന്നു. അതുകൂടാതെ ഞാനൊരു മെൻറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു, ഏണസ്റ്റ് അക്കാദമി. അവർ കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ടെസ്റ്റ്, ഏകദേശം ഒരു 15-20ഓളം മോക്ക് ടെസ്റ്റ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തു. ഓരോ മോക്ക് ടെസ്റ്റിലും നമുക്ക് നമ്മുടെ നിലവാരം അറിയാൻ കഴിയും. മറ്റുള്ളവരുടെയും എൻ്റെയും നിലവാരം. നമ്മളിപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ആ ഒരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അതിൽ തന്നെ ഒരു റാങ്ക് ഡീറ്റെയിൽസ് വരും. അപ്പോൾ നമുക്ക് അറിയാൻ കഴിയും നമ്മുടെ നിലവാരം എത്രയാണെന്നുള്ളതും നമ്മൾക്ക് ഇനി എത്രയാണ് പഠിക്കേണ്ടതെന്നുള്ളതും. അങ്ങനെയാണ് ഒരു 2ാം റാങ്ക് എന്ന നിലയിൽ ഞാൻ എത്തിയത്. അജിത്ത് പറഞ്ഞു, അതായത് ഈ ഒരു പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജി പറഞ്ഞു, 2ാം റാങ്കിലേക്കുള്ള ഒരു സ്ട്രാറ്റജി പറഞ്ഞു, റിവിഷന്റെ കാര്യവും പറഞ്ഞു. ഇപ്പൊ പൊതുവേ ഈ ഒരു പഠനം തുടങ്ങുന്ന എല്ലാവർക്കും ഇതുണ്ടാവും, ഈ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഉണ്ടാവും ഈ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പം ഒരു പഠനം തുടങ്ങി ഒരു സക്സസ്ഫുൾ റേറ്റ് ആവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഠനം തുടങ്ങുന്ന സമയം മുതൽ എക്സാമിനേഷന്റെ റിസൾട്ട് വരുന്നവരെ, പൊതുവെ എക്സാം വരെയാണ്, എന്നാലും എക്സാമിനേഷൻ കഴിഞ്ഞ് നമുക്ക് എക്സാംസ് ഉണ്ട്. അപ്പം ഈ ഒരു ത്രൂ ഔട്ട് നമ്മുടെ ആ ഒരു പഠനം ഒരേ രീതിയിൽ നമുക്ക്
ഇതിന്റെ ഒരു ഗ്രാഫ് താഴാതെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അജിത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു തന്റെ പഠനത്തിന്റെ നിലവാരം അല്ലെങ്കിൽ പഠനത്തിന്റെ പാർട്ട് ബിഗിനിങ് ടു എൻഡ് വരെ ഒരു ഈക്വൽ രീതിയിൽ കൊണ്ടുപോയത്? അതായത് ഈ നോട്ടിഫിക്കേഷൻ ഔട്ടായതിനു ശേഷം ഞാനൊരു 1 ഇയർ പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ആവശ്യമായിട്ടുള്ള സിലബസ് എല്ലാം ഞാൻ ആൾറെഡി ഇൻ്റർനെറ്റിൽ നിന്നും മറ്റു പല വഴികളിൽ നിന്ന് ഞാൻ കണ്ടെത്തി. പിന്നെ ആ ഒരു പ്ലാൻ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഒരു കോച്ചിങ് അസിസ്റ്റൻസ് വേണമല്ലോ എന്ന് ഉദ്ദേശിച്ച് ഇൻ്റർനെറ്റിലൊക്കെ തപ്പിയപ്പോൾ ഏണസ്റ്റ് അക്കാദമിയെ കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അവിടെ ഞാൻ ജോയിൻ ആവുകയും ചെയ്തത്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ എപ്പോഴും ഒരു മോട്ടിവേഷൻ നമുക്ക് തന്നിരുന്നു. അപ്പം അജിത്തിന്റെ ഒരു കൺസിസ്റ്റൻസിയെ പറ്റി പറഞ്ഞു, പഠനത്തിന്റെ കൺസിസ്റ്റൻസിയെ പറ്റി. അപ്പം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉള്ളൊരു വലിയ പ്രശ്നമാണ് എക്സാം. അതായത് പഠിക്കും, എല്ലാം ചെയ്യും, എന്നാലും അവർ ഹോളിൽ ചെന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മിസ്റ്റേക്സ് വരുത്തും. 1 or 2 ഒരു മത്സര പരീക്ഷയിൽ 1 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ചിലപ്പോൾ 1 or 2 സ്ഥാനത്തേക്ക് പുറന്തള്ളാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള വലിയ വെല്ലുവിളികളുണ്ട് ഈ ഒരു എക്സാം ഹാളിൽ. അപ്പം പ്രത്യേകിച്ചും വിദേശത്തൊക്കെ ജോലി ചെയ്ത ഒരാൾ എക്സാം ഫീൽഡിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സാം ഹാളിൽ വരുന്ന ഒരു വെല്ലുവിളി, അതായത് നെഗറ്റീവ് ഉള്ള ഒരു എക്സാമിനേഷനെ ബ്രില്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തെങ്കിലേ നമുക്ക് ഒരു നല്ല മാർക്ക് നേടാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് അജിത്ത് ഈ എക്സാം ഹാളിലെ വെല്ലുവിളികളെ നേരിട്ടത്? ഓക്കെ, മെയിനായിട്ട് ടൈം മാനേജ്മെന്റ് ആണ്. അതായത് എക്സാം ഹാളിൽ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പെട്ടെന്ന് കവർ ചെയ്യുകയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നീട് മാറ്റിവെച്ച് പിന്നീട് ടൈം കണ്ടെത്തി ചെയ്തിരുന്നത്. അതുകൂടാതെ OMR ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ടൈം മാനേജ്മെന്റ് ഞാൻ കവർ ചെയ്തത്. അതായത് അജിത്തിന്റെ എക്സാം ഹോളിന്റെ സ്ട്രാറ്റജി പറഞ്ഞു, സ്റ്റഡി സ്ട്രാറ്റജി പറഞ്ഞു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഈ 2ാം റാങ്കിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പം 2ാം റാങ്കിലേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ 1ാം റാങ്കിലേക്ക് എത്തുന്നവരും 2ാം റാങ്കിലേക്ക് എത്തുന്നവരും ഒക്കെ ടോപ്പേഴ്സ് എപ്പോഴും കീപ്പ് ചെയ്തൊരു സീക്രട്ട് ഉണ്ടാവും, അവരുടെ ഒരു സ്റ്റഡി മന്ത്ര. അങ്ങനെ എന്തെങ്കിലും ഒരു മന്ത്ര അജിത്ത് കീപ്പ് ചെയ്തിരുന്നു? അതുപോലെ തന്നെ ഇപ്പം സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കാണുന്ന പല ഉദ്യോഗാർത്ഥികളും എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു എക്സാമിനേഷൻ, ടെക്നിക്കൽ PSC എക്സാമുകൾ, ഒപ്പം തന്നെ വെൽഡിംഗ് എക്സാമുകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഒരു ഗൈഡൻസ് എന്ന രീതിയിൽ ഒരു എയ്ഡ് ആൻഡ് അഡ്വൈസ് എന്താണ് താങ്കൾക്ക് കൊടുക്കാനുള്ളത്? ഇത് രണ്ടും ചുരുങ്ങിയ വാക്കുകളിൽ കൊടുത്താൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വലിയ ഉപകാരമായിരിക്കും. ഇതായിരുന്നു എൻ്റെ പഠന രീതി. ഇനി ഇതിൽ ഈ ഒരു PSC ടെക്നിക്കൽ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അന്ന് തൊട്ട് തന്നെ പഠിക്കാൻ തുടങ്ങുക. ഒരു പ്ലാൻ തയ്യാറാക്കുക. ആദ്യം ആ ഒരു പ്ലാൻ തയ്യാറാക്കിയതിന് കൂടെ പഠിക്കുക. നോട്ടിഫിക്കേഷനിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കിയിട്ടല്ല പഠിക്കേണ്ടത്. മാക്സിമം ഇത്ര സിലബസിൽ നമ്മൾ എത്ര കവർ ചെയ്യാൻ പറ്റും, ഡീപ്പായിട്ട് ആ സിലബസ് നമുക്ക് എങ്ങനെ പഠിക്കാം എന്ന രീതിയിൽ പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും ആ ഒരു സ്വപ്നത്തിൽ, ഒരു ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നത്തിൽ എത്താൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ. ഒരു സാധാരണ മനുഷ്യൻ തേടിയെടുത്ത ഒരു വിജയമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇത്തരത്തിലുള്ള ഒരു ഇച്ഛാശക്തി നിങ്ങൾക്കുമുണ്ടെങ്കിൽ സർക്കാർ ജോലി എന്ന ലക്ഷ്യം നിങ്ങളെ തേടിയെത്തുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടത് ചിട്ടയായ ഒരു പഠനവും ഒപ്പം തന്നെ ദൃഢനിശ്ചയമുള്ള ഒരു മനസ്സുമാണ്. അങ്ങനെയെങ്കിൽ സർക്കാർ ജോലി എന്ന വലിയ ലക്ഷ്യം നേടിയെടുത്ത് ജീവിതത്തിന്റെ വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ പറ്റും. ഇനിയും നിങ്ങളെ തേടി വിജയങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.